Hello, dear children. Once again, welcome to the online class of Vidyasagar. Let us move to the rest of the poem, Sunrise on the Hills. In the last session, we had discussed the first stanza of the poem. And in that part, we found that the poet H.W. Longfellow was watching the beauty of a sunrise from the top of a hill. He says that he was standing upon the hills at a time when the sun's returning march was gloriously happening through the wide arch of heaven, and as a result, the woods were brightened and there passed a soft wind as if to kiss the valleys. He watched the clouds far beneath him. They were bathed in light. He imagines that they gathered in the middle of their journey round the wooded height, and their glory was fading. They were looked like hosts defeated in a battle. As he watched around, the poet could see so many pinnacles like shattered lances. There was also the presence of a pine tree which was on the way of destruction, and as a result of the rising sun, the veil of cloud was lifted, and below that he could watch the glowing rich valley. He also noticed the flow of a river which was darkened by the shade of forest, and at a distance it formed a cascade and there it glistened. There was also the presence of a noisy bird named bittern, and it was making its spiral way upward the valley. That much we had discussed in the last session, and now we have to go to the second stanza. Let's move to it. I heard the distant waters dash, I saw the current whirl and flash, and richly by the blue lake's silver beach, the woods were bending with a silent reach. Then over the vale, with gentle swell, the music of the village bell came sweetly to the echo-giving hills. And the wild horn, whose voice the woodland fills, was ringing to the merry shout that find and far the glens send out, where, answering to the sudden shout, thin smoke through thick-leaved branches from the dingle broke. നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസയിൽ ഇനിയും ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഓഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റാൻസ മുഴുവനും കുറേയധികം വിഷ്വൽ ഇമേജസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഓഡിറ്ററി ആയിട്ടുള്ള കുറേ ഇമേജസ് തരുന്നുണ്ട് സെക്കൻഡ് സ്റ്റാൻസയിൽ. ആ സ്റ്റാൻസ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ ഹേർഡ് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്. പോയിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് സൂര്യോദയം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഐ ഹേർഡ് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്. അദ്ദേഹം പറയുന്നു, ഹി കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് ദി വാട്ടർഫോൾസ്. വെള്ളം ഒഴുകി വീഴുന്ന ശബ്ദം, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട് അകലെയായിട്ട്. ഐ ഹേർഡ് ദ ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്.
മൂവിങ് ഓഫ് വാട്ടർ, കറണ്ട് ഓഫ് വാട്ടർ, അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു. ഐ സോ ദ കറണ്ട് വേൾ ആൻഡ് ഫ്ലാഷ്, കേൾക്കുക മാത്രമല്ല ഐ സോ ഇറ്റ്, കാണുകയും ചെയ്തു. ദ കറണ്ട് മീൻസ് പ്രവാഹം, ആ ജലപ്രവാഹം, വേൾ ആൻഡ് ഫ്ലാഷ്, അത് ചുഴികൾ ഉണ്ടാക്കുകയും മിന്നിത്തിളങ്ങുകയും ചെയ്യുന്ന ജലപ്രവാഹം, അതിനെ കാണുകയും ദൂരെയായിട്ട് കാണുകയും അതിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്സ് സിൽവർ ബീച്ച് ദ വുഡ്സ് വെയർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്. പിന്നെ തടാകത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൈ ദി ബ്ലൂ ലേക്സ് സിൽവർ ബീച്ച്, ആ നീല തടാകത്തിൻ്റെ സിൽവർ ബീച്ചിൽ, അപ്പോൾ നല്ല ക്ലിയർ വാട്ടേഡ് ആയിട്ടുള്ള ഒരു ലേക്കാണ് കാണുന്നത്. ആ ലേക്കിൻ്റെ ബീച്ച് സിൽവർ കളേർഡ് ആയിരിക്കുന്നു. വെള്ളി മണൽ പരന്ന് കിടക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ അലകൾ ഉണ്ടാകുന്നതിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് അരികിലുണ്ടാകുന്ന കുഞ്ഞോളങ്ങളിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് വെള്ളി നിറത്തിൽ തിളങ്ങുന്നതാവാം. എനിവേ, ബൈ ദ ബ്ലൂ ലേക്സ് സിൽവർ ബീച്ച്, ആ ബ്ലൂ ലേക്കിൻ്റെ സിൽവർ ബീച്ചിൽ ദ വുഡ്സ് വെയർ ബെൻഡിങ്, കരയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ അങ്ങോട്ട് ബെൻഡ് ചെയ്ത് വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. വിത്ത് എ സൈലൻറ്റ് റീച്ച്, അതിലേക്ക് തടാകത്തിലേക്ക് ചെന്ന് സ്പർശിക്കാൻ എന്ന പോലെ, നിശബ്ദമായിട്ട് അതിലേക്ക് ചെന്ന് തൊടാൻ എന്നതുപോലെ മരച്ചില്ലകളൊക്കെ ആ വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. Then over the vale with gentle swell the music of the village bell came sweetly to the echo giving hills. പിന്നെ വാലിക്ക് അപ്പുറത്ത്, താഴ്വരയുടെ പുറത്ത്, ഗ്രാമത്തിലോ മറ്റോ നിന്ന്, വിത്ത് ജെൻറ്റിൽ സ്വെൽ, മൃദുവായ മുഴക്കമായിട്ട്, ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ, ഗ്രാമത്തിലെ മണിമുഴക്കം, അതിൻ്റെ സംഗീതം കേൾക്കുന്നു. ഗ്രാമത്തിലെ ആരാധനാലയങ്ങളിൽ നിന്നോ മറ്റോ രാവിലെ ഉയരുന്ന മണിമുഴക്കമായിരിക്കാം. അതിൻ്റെ ശബ്ദം, മ്യൂസിക്കാണത്, സംഗീതമാണ്. കെയിം സ്വീറ്റ്ലി, അത് വളരെ മനോഹരമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ മലമുകളിലേക്ക്. ടു ദ എക്കോ ഗിവിങ് ഹിൽസ്, താഴ്വരയ്ക്ക് അപ്പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, ആരാധനാലയങ്ങളിൽ നിന്നോ മറ്റോ ഉയരുന്ന മണിമുഴക്കം, ആ മണിമുഴക്കത്തിൻ്റെ സംഗീതം വളരെ മാധുര്യമൂറുന്നതായിട്ട് പ്രതിധ്വനിപ്പിക്കാൻ കഴിയുന്ന ഈ കുന്നുകളിലേക്ക് എത്തിച്ചേരുന്നു. എക്കോ ഗിവിങ് ആയിട്ടുള്ള ഹിൽസാണത്. അപ്പോൾ ആ ഹിൽസിലേക്ക് മണിമുഴക്കത്തിൻ്റെ നാദം എത്തിച്ചേരുന്നതായിട്ട് കൂടി അദ്ദേഹം കേൾക്കുന്നു. ആൻഡ് ദ വൈൽഡ് ഹോൺ whose voice the woodland fills was ringing to the merry shout. പിന്നെ പറയുന്നത് വീണ്ടും ഒരു പക്ഷിയെക്കുറിച്ചാണ്. അത് വൈൽഡ് ഹോൺ ആണ്. ഈ ബേർഡ് ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്, ആരുടെ ശബ്ദം കൊണ്ടാണോ വുഡ്ലാൻഡ് ഫില്ല് ചെയ്യുന്നത്, ആ വനപ്രദേശം മുഖരിതമാകുന്നത് ഈ പക്ഷിയുടെ ശബ്ദം കൊണ്ടാണ്. ഈ ഹോൺ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബേർഡാണ്. അപ്പോൾ അത് ഗ്രേറ്റ് ഹോൺഡ് ഔൾ, അതിനെയാണ് ഹോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വൈൽഡ് ഹോണിൻ്റെ ശബ്ദം കൊണ്ടാണ് സാധാരണഗതിയിൽ ആ കാനനം മുഖരിതമാകുക. ഹുസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്, ആ ശബ്ദം വാസ് റിങ്ങിങ് ടു ദ മെറി ഷൗട്ട്, അത് മുഴങ്ങി കേൾക്കുകയാണ്. ഒരു മെറി ഷൗട്ടായിട്ട്, സന്തോഷസൂചകമായിട്ടുള്ള ഒരു ധ്വനിയായിട്ട് ആ ശബ്ദം മുഴങ്ങുന്നു. ദറ്റ് ഫൈൻഡ് ആൻഡ് ഫാർ ദ ഗ്ലെൻ സെൻഡ് ഔട്ട്, ആ ശബ്ദത്തെ വളരെ ഫൈൻഡായിട്ട്, വീക്കായിട്ട്, ദുർബലമായിട്ട്, ആൻഡ് ഫാർ വിദൂരതയിലേക്ക്, ദ ഗ്ലെൻ വാലി സെൻഡ് ഔട്ട് പുറത്തേക്ക് വിടുന്നു.
അപ്പോൾ താഴ്വരയ്ക്കുള്ളിൽ മുഴങ്ങി കേൾക്കുന്നത് ഈ പറഞ്ഞ വൈൽഡ് ഹോണിൻ്റെ സൗണ്ടാണ്. ആഹ്ലാദകരമായ ശബ്ദമാണ്. ആ ശബ്ദം താഴ്വരയിൽ നിന്ന് പുറത്തേക്ക് ദുർബലമായിട്ട് എത്തുന്നു. അതായത് ഒത്തിരി ദൂരേക്കാകുമ്പോഴത്തേക്കും ശബ്ദം നേർത്തു പോകുമല്ലോ. അപ്പോൾ ഫൈൻഡായിട്ട് വിദൂരതയിലേക്ക് ആ വാലി പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ് വൈൽഡ് ഹോണിൻ്റെ ശബ്ദത്തെ. വെയർ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട് തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്. അവിടെ ആൻസറിങ് ടു ദ സഡൻ ഷോട്ട്, ഈ സഡൻ വോയിസിന് ആൻസർ ചെയ്തുകൊണ്ട്, എക്കോ ചെയ്തുകൊണ്ട്, തിൻ സ്മോക്കിലൂടെ, നേരിയ പുകയിലൂടെ, പുകയെന്ന് പറയുമ്പോൾ ആ വാലിക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ അടുക്കളകളിൽ നിന്ന് പാചകം തുടങ്ങിയപ്പോൾ ഉയരുന്ന പുകയാവാം, അല്ലെങ്കിൽ മൂടൽമഞ്ഞാവാം. എന്തായാലും ഈ തിൻ സ്മോക്കിലൂടെ ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ്, തിക്ക് ലീവ്ഡ് ആയിരിക്കുന്ന ഇടതൂർന്നു നിൽക്കുന്ന ഇലകളോടുകൂടിയ ശിഖരങ്ങൾ ചൂടുന്ന വൃക്ഷങ്ങളിലൂടെ, ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്, വാലിയിൽ നിന്ന് പുറത്തേക്ക് ഈ നാദങ്ങൾ ഒഴുകിപ്പോകുകയാണ്. അപ്പോൾ കുറേയധികം ശബ്ദങ്ങളാണ് നമ്മുടെ വാലിയിൽ നിന്ന് പോയറ്റിന് കേൾക്കാൻ കഴിഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്നത് വാട്ടർഫോളിൻ്റെ സൗണ്ടാണ്. അത് അദ്ദേഹം കാണുകയും ചെയ്തു. പിന്നെ ആ ബ്ലൂ ലേക്കിൻ്റെ സിൽവർ ബീച്ചിൽ വുഡ്സ് ബെൻഡ് ചെയ്ത് തടാകത്തിലേക്ക് സ്പർശിക്കാൻ എന്നോണം മരങ്ങളിങ്ങനെ വളഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ചില്ലകൾ നിശബ്ദമായിട്ടാണ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നത്. അവിടെ ശബ്ദമില്ല, സൈലൻ്റ് റീച്ചാണ്. പിന്നെ വാലിക്ക് മുകളിലൂടെ വളരെ മൃദുവായിട്ടുള്ള ഒരു സംഗീത സ്വരമായിട്ട് ഗ്രാമത്തിൽ നിന്നുള്ള മണിമുഴക്കം കടന്നു വരുന്നുണ്ട്. അത് കുന്നുകളിൽ വന്ന് തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട്. പിന്നെ കേൾക്കുന്നത് വൈൽഡ് ഹോണിൻ്റെ ശബ്ദമാണ്. ആ സംഗീതമാണ് ആ വുഡ്ലാൻഡിനെ എപ്പോഴും ഫില്ല് ചെയ്യുക. ആ സന്തോഷകരമായ ശബ്ദം, മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദം വിദൂരതയിലേക്ക് നേർത്ത രീതിയിൽ താഴ്വര പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അവിടെ ഇടതൂർന്ന ഇലച്ചാർത്തിനിടയിലൂടെ വളരെ നേർമയായിട്ടുള്ള പുകയുടെ ഇടയിലൂടെ ഈ ശബ്ദങ്ങളെ താഴ്വര പുറത്തേക്ക് ഒഴുക്കി വിടുന്നു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് സ്റ്റാൻസ. കൂടുതലും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ കഴിയുന്ന കുറേ ശബ്ദങ്ങളെക്കുറിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓഡിബിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ആൻഡ് ഐ തിങ്ക് നൗ വി ക്യാൻ മൂവ് ടു ദി ലാസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദി പോയം. ഇറ്റ്സ് എ ഷോർട്ട് വൺ, but having some message included in it. Let's move to it. If thou art on and heart beset with sorrows that thou wouldest forget, if thou wouldst read a lesson that will keep thy heart from finding and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസ ഒരു മെസ്സേജാണ് തരുന്നത്. പോയറ്റ് റീഡേഴ്സിന് കൊടുക്കുന്ന ഒരു അഡ്വൈസിൻ്റെ ഫോമിലാണ് ലാസ്റ്റ് സ്റ്റാൻസ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പോയറ്റ് പറയുന്നു, ഇഫ് ദൗ ആർട്ട് ഓൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ്. അതിനകത്ത് നിറയെ ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ഉണ്ട്, അതും കൂടി നോട്ട് ചെയ്യുക. ഇഫ് ദൗ ആർട്ട്, ഇഫ് യു ആർ ഓൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ്, നിങ്ങൾ വളരെ ടയേർഡായി ക്ഷീണിതനായിട്ട് ജീവിത
ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണെങ്കിൽ, വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡസ്റ്റ് ഫർഗെറ്റ്, അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നൽകിയ കുറേ സങ്കടങ്ങൾ, അവയെ യു വുഡൻറ്റ് ഫർഗെറ്റ്, മറക്കാനേ കഴിയുന്നില്ല, മറന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ സങ്കടം, ദുഃഖകരമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇഫ് ദ വുഡസ്റ്റ് റീഡ് എ ലെസൺ, അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു വുഡ് റീഡ് എ ലെസൺ, വളരെ ആശ്വാസം പകരുന്ന ഒന്ന്, എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സന്ദേശം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിച്ച് മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്ന ഒരിടമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ, ആ ലെസൺ ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫൈൻഡിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, ആ കിട്ടുന്ന പാഠം അല്ലെങ്കിൽ ആ ആശ്വാസം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന്, ഫ്രം ഫൈൻഡിങ്, ക്ഷീണിച്ചു പോകുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതും, ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, ഉറക്കത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നതുമായ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് ഒരല്പം ആശ്വാസം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറക്കാനായിട്ട് ഒരു മാർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, then the poet asks the readers to go to the woods and hills. എന്ത് ചെയ്യാനാണ് പറയുന്നത് അദ്ദേഹം? Go to the woods and hills. എവിടേക്ക് പോകുക? കാടുകളിലേക്ക്, മലനിരകളിലേക്ക്, അതായത് പ്രകൃതിയിലേക്ക് പോകുക. Go to nature. No tears dim the sweet look that nature wears. Because no tears dim, കണ്ണുനീരിന് മായ്ച്ചു കളയാനാവില്ല, അല്ലെങ്കിൽ കാഴ്ച മങ്ങിക്കാനാവില്ല. സാധാരണഗതിയിൽ കണ്ണുനീര് വന്ന് കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വിഷൻസൊക്കെ മങ്ങിപ്പോകും, അല്ലേ, ഡിമ്മായി പോകും. അപ്പോൾ ഇവിടെ കണ്ണുനീര് കൊണ്ട്, അതായത് സങ്കടം കൊണ്ട് നിങ്ങളുടെ മനസ്സ് മൂടിക്കെട്ടിയിരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ കണ്ണുകളുടെ ആ ഒരു വ്യക്തമായി കാണാനുള്ള കഴിവ് മങ്ങിപ്പോയിരിക്കുകയാണെങ്കിലും, ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്, പ്രകൃതി എടുത്ത് അണിഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ കാഴ്ചയെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മായ്ച്ചു കളയാൻ ഒരു കണ്ണുനീരിനും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആശ്വാസമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഒരു ആശ്വാസ കേന്ദ്രത്തെ തിരയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? പ്രകൃതിയിലേക്കാണ്. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് പോകുക. അവിടെ നിറയെ വർണ്ണാഭമായ കാഴ്ചകളാണുള്ളത്, കാതിനിമ്പം പകരുന്ന ശബ്ദങ്ങളാണുള്ളത്. ഇതൊക്കെ കണ്ടാസ്വദിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണിനെയും കാതിനെയും തടയാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ ആസ്വാദനത്തിന് കുറവ് വരുത്താൻ ഒരു കണ്ണുനീരിനും കഴിയില്ല, ഒരു ദുഃഖത്തിനും കഴിയില്ല, ഒരു പ്രയാസത്തിനും കഴിയില്ല. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക പ്രകൃതിയെയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം പകരാൻ ഏറ്റവും അധികം കഴിയുക പ്രകൃതിക്കാണ്. പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം. പ്രകൃതിയെ ആശ്രയിച്ചാൽ നിങ്ങളുടെ മനോവിഷമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാം. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ഒരുക്കി വച്ചിരിക്കുകയാണ് പ്രകൃതി നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് അത്രയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട്, പ്രകൃതിയിലെ അത്രയധികം ഇമ്പം പകരുന്ന ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് മാനസിക പ്രയാസങ്ങളെ ഇല്ലാതെയാക്കാം, ദുഃഖങ്ങളെ അകറ്റി നിർത്താം, ടെൻഷൻ ഫ്രീ ആകാം, ആശ്വസിക്കാം. അപ്പോൾ ഒരുപാട്
വറീഡ് ആയിരിക്കുന്ന, ടെൻസ്ഡ് ആയിരിക്കുന്ന, ബിസി ആയിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിനോട് പോയറ്റിനുള്ള അഡ്വൈസാണ്, റീഡേഴ്സിനോടുള്ള അഡ്വൈസാണ് പോയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയിൽ കൊടുക്കുന്നത്. അതൊരു അഡ്വൈസ് ഫോമാറ്റിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റാൻസ വളരെ ഷോർട്ടായിട്ടൊരു സ്റ്റാൻസയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ പോയത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതിനകത്ത് കുറച്ച് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആക്ടിവിറ്റി പേജിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ് റീഡ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ, ലുക്ക് അറ്റ് ദി എക്സ്പ്രഷൻസ് ഹെവൻസ് വൈഡ് ആർച്ച് ആൻഡ് റിട്ടേണിംഗ് മാർച്ച്. What does the poet describe here? What else does it remind you of? പോയം തുടങ്ങുന്നിടത്ത് ഹെവൻസ് വൈഡ് ആർച്ച്, സ്വർഗത്തിൻ്റെ വിശാലമായ കമാനം, പിന്നെ റിട്ടേണിംഗ് മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയറ്റ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവിടെ പോയറ്റ് പറയുന്നത് സൂര്യൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. തലേന്ന് വൈകുന്നേരം കടലിൽ മുങ്ങിപ്പോയ സൂര്യൻ രാവിലെ വളരെ ഊർജ്ജസ്വലനായിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, വിജയശ്രീലാളിതനായി മടങ്ങി വരുന്ന ഒരു യോദ്ധാവിനെ സ്വീകരിക്കുന്ന രംഗമാണ്. പണ്ടുകാലത്ത് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചു വരുന്ന സൈനികരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിക്ടറി ആർച്ചസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കമാനങ്ങളിലൂടെ സ്വീകരിച്ചാണ് രാജ്യത്തേക്ക് അവരെ ആനയിക്കുക. അതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഊർജ്ജസ്വലനായിട്ട് മടങ്ങി വരുന്ന സൂര്യനെ ഇവിടെ ഒരു വൈഡ് ആർച്ചിലൂടെ സ്വീകരിക്കുന്നു എന്നാണ് പോയറ്റ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമൻ്റ് ഓൺ ദി എക്സ്പ്രഷൻ സോഫ്റ്റ് ഗെയിൽസ്. സോഫ്റ്റ് ഗെയിൽസ് എന്നത് ഒരു പ്ലസൻറ്റ് മോർണിംഗിൽ, ഒരു സണ്ണി മോർണിംഗിൽ അതിരാവിലെ ഉണ്ടാകുന്ന മൃദുവായ കാറ്റിനെ, ഇളം കാറ്റിനെ സൂചിപ്പിക്കുന്നു. അത് ആ ദിവസം വളരെ പ്ലസൻ്റായ നല്ല ഊഷ്മളമായൊരു ദിവസമാണ് എന്നതിൻ്റെ സൂചന തരുന്നു. ആൻഡ് വാട്ട് മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. ക്ലൗഡ്സിൻ്റെ ഗ്ലോറി ഫെയ്ഡായി പോകുന്നതിനുള്ള കാരണം എന്താണ്? ക്ലൗഡ്സ് ആയിരുന്നു രാത്രിയിൽ അന്തരീക്ഷത്തിൽ പവർഫുള്ളായിട്ട് നിലനിന്നിരുന്നത്. സൂര്യപ്രകാശം വന്നതോടുകൂടി ആ പ്രൗഢി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദ റേസ് ഓഫ് മോർണിംഗ് സൺ ദാറ്റ് മേക്സ് ദി ഗ്ലോറി ഓഫ് ദി ക്ലൗഡ്സ് ഫെയ്ഡ്. വാട്ട് ആർ ദി ക്ലൗഡ്സ് കമ്പയർഡ് ടു? ക്ലൗഡ്സിനെ ആരോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ദേ ആർ കമ്പയർഡ് ടു വാറിയേഴ്സ് ഹു വെയർ ഡിഫീറ്റഡ് ഇൻ എ ബാറ്റിൽ. വാട്ട് പിക്ചർ ഓഫ് ദ വാലി ഈസ് അൺവെയിൽഡ്? ആ വെയിൽ ഓഫ് ക്ലൗഡ് ലിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് പിക്ചറാണ് കിട്ടിയത് വാലിയെക്കുറിച്ച്? പോയറ്റ് സേസ് ദർ ഗ്ലോഡ് എ റിച്ച് വാലി ആൻഡ് ദർ വാസ് ദ പ്രസൻസ് ഓഫ് എ ഫോറസ്റ്റ്. there was the presence of a river, a stream through the forest. And how does the valley respond to the rising sun? റൈസിങ് സണ്ണിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് വാലി ഗ്ലിസൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. ദെൻ ഒരു മെലോ ബ്ലഷ് ഓഫ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടുത്തു നിൽക്കുന്ന ഒരു പ്രഭാതം, അങ്ങനെയാണ്
ആ ഒരു ബ്രൈറ്റ്നെസ്സിനെ വാലി സ്വീകരിക്കുന്നത്. ആൻഡ് വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ? പോയറ്റ് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്? ദ മെസ്സേജ് ഈസ് ടു ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഇഫ് യു ആർ വറീഡ് ഓർ ടെൻസ്ഡ്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ ആശ്രയിക്കാനുള്ള മെസ്സേജാണ് തരുന്നത്. ആർ ഓൾ ദി 3 സ്റ്റാൻസാസ് ഓഫ് ഈക്വൽ ലെങ്ത്സ്? എല്ലാ സ്റ്റാൻസയും ഈക്വൽ ലെങ്ത് അല്ലല്ലോ. നോ. വൈ ഡു യു തിങ്ക് ദ ലാസ്റ്റ് സ്റ്റാൻസ ഇസ് ഷോർട്ട് വെൻ കമ്പയർഡ് ടു ദി പ്രീവിയസ് സ്റ്റാൻസാസ്? നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് സ്റ്റാൻസ ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്വൈസ് ടു ദ റീഡേഴ്സ് and it is meant to inspire people to watch the beauty of, to enjoy the beauty of nature. That's why it's short in form. So that much we have to discuss today, and let us go to the rest of the activities and appreciation of the poem in another session. It's time to say goodbye to you. Okay, thank you.